റോബ്മൈഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റാന്നിയിലാണ് നിൽക്കുന്നത്. നമ്മളിന്നൊരു വാഹനം റിവ്യൂ ചെയ്യാമെന്നാണ്. വാഹനം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെവി മെഷീനറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന വാഹനം ഈ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടാറ്റ ഹിറ്റാച്ചിയുടെ ZAXIS 140H എന്ന് പറഞ്ഞ എക്സ്കവേറ്ററാണ്. മണ്ണുമാന്തി യന്ത്രമാണ്. നമ്മളൊക്കെ ഈ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും പണ്ടത്തെ കാലങ്ങളിൽ ഇപ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു പ്രായമായെങ്കിൽ പോലും നമ്മൾ നടന്നു വരുമ്പോൾ ഇതുപോലുള്ള ഹിറ്റാച്ചി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര നേരം നോക്കിയെന്നാലും നമുക്ക് മടുക്കാറില്ല അല്ലേ. കാരണം നമ്മുടെ സാധാരണക്കാരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് ടാറ്റ ഹിറ്റാച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബക്കറ്റ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യമെങ്കിലും മണ്ണ് കോരണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ടാറ്റ ഹിറ്റാച്ചിയുടെ വിശേഷങ്ങളാണ്, അതിൻ്റെ പവർ റേറ്റിംഗ് കാര്യങ്ങളുമാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് എങ്ങനെയാണ് നമുക്ക് ഓടിക്കാനൊന്ന് പറ്റുന്നത്, അതിൻ്റെ ഓപ്പറേഷൻ. കാരണം സാധാരണ അവിടെ കാർ എന്നൊക്കെ പറയുമ്പോൾ അതിന് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ ലിവറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതൊക്കെ കാണാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ബെൽ ബട്ടൺ നിങ്ങൾക്ക് കാണാം, നിങ്ങളത് ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് വരും. സോ എഗെയിൻ വെൽക്കം ടു റോബ്മൈഷോ. അപ്പോൾ ഇതൊരു ബാക്ക് ഹോ ആയിട്ടുള്ള ഒരു എക്സ്കവേറ്ററാണ്. ബാക്ക് ഹോ എന്ന് പറയുമ്പോഴത്തേന് ഒരു ബക്കറ്റ് ഉണ്ടായിരിക്കും. ആ ബക്കറ്റ് കൊണ്ട് വണ്ടിയുടെ അങ്ങോട്ട് മണ്ണോ അതുപോലുള്ള കല്ലോ എന്തെങ്കിലും വാരിയെടുക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് ബാക്ക് ഹോ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഒരറ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരറ്റത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത്. ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതിനെ സ്റ്റിക്ക് അല്ലെങ്കിൽ ആമെന്നാണ് പറയുന്നത്. ഈ ഒരു പോർഷനെ സ്റ്റിക്ക് അല്ലെങ്കിൽ ആമെന്ന് പറയും. ഈ ഒരു പോർഷനെ നമ്മൾ ബൂം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്, അതായത് ബൂമിൻ്റെയും സ്റ്റിക്കിൻ്റെയും ബക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടാറ്റ ഹിറ്റാച്ചി ഇത് കൺട്രോൾ ചെയ്യുന്നത്, മണ്ണ് വാരുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ക്യാബിൻ നമുക്ക് കാണാം. ഡ്രൈവറൊക്കെ ഇരിക്കുന്ന ഒരു ക്യാബിനാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ. ക്യാബിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം, ഞാൻ അകത്തേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. തൊട്ട് ബാക്കിൽ തന്നെ ഇതിൻ്റെ എഞ്ചിൻ യൂണിറ്റും മോട്ടോർ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇതിന് താഴെ തന്നെ നമ്മൾ ഈ ചെയിൻ കൊണ്ടുള്ള ഇതിൻ്റെ ട്രാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മണ്ണിലും ചെളിയിലും ഒക്കെ കയറി പോകാൻ പറ്റുന്ന ട്രാക്കാണ്. അതിന് ഷൂ എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ഒരു സംഭവമാണ് ഇത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഷാസി എന്ന് പറഞ്ഞ ഒരു എക്സിൻ്റെ ഷേപ്പ്, അതായത് എക്സ് ആക്സിസ് ആയിട്ടുള്ള ഒരു ഷാസിയാണ്. അപ്പോൾ ആ ഷാസിയുടെ മുകളിൽ ഒരു പിന്നിൻ്റെ മുകളിലാണ് ഈ ക്യാബിൻ ഇരിക്കുന്നത്. ആ ക്യാബിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ആമ് അതേപോലെ ബൂം ബക്കറ്റുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻജിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് വർക്ക് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു ദൂരക്കാഴ്ചയിൽ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബൂമും സ്റ്റിക്കും ആമും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അതിൻ്റെ ഒരു എൻജിൻ റേറ്റിംഗ്സ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഈ വാഹനം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ പേര് ZAXIS 140H എന്നാണ്. ഇതിൻ്റെ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് പറയുന്നതിന് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 14 ടണ്ണാണ് കേട്ടോ. 14 ടൺ. ഇത് ശരിക്കും റേറ്റിംഗ് പറയുന്നത് 13,360 കിലോ ആണ് ഇതിൻ്റെ. അതായത് ഈ ആം കൊണ്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കനം എന്ന് പറയുന്നത് 13,360 അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആയിട്ടൊരു വാഹനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മിത്സുബിഷിയുടെ ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് ഉപയോഗിക്കുന്നത്. 1984 ടാറ്റയും ഹിറ്റാച്ചിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു ഹെവി മെഷീനറി വെഹിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു MHI SK40 മിത്സുബിഷിയുടെ ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക്. ഒരു ജാപ്പനീസ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 4 സിലിണ്ടർ വാട്ടർ കൂൾഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇഞ്ചക്ഷനുള്ള ഡീസൽ എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതൊരു ടർബോ ചാർജ് എഞ്ചിനും കൂടെയാണ്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു 95 PS പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1400 RPM-ലാണ് 95 PS പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 372 Nm ആണ്. അത് 1400 RPM-ൽ അത്രയും പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇത് പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ തോട്ടങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു തോട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റബ്ബർ മരങ്ങൾ വെട്ടുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ അവിടെ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ വഴി ഉണ്ടാക്കാനും അതേപോലെ റബ്ബർ തടികൾ തള്ളിയിടാനും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ വാഹനം ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയണം. നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞ ഗണിതശാസ്ത്രജ്ഞൻ 1647-48 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഈ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. അതിലൊരു ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇതിലൊരു പറയുന്നത് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിലിണ്ടറിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡ്
നമ്മൾ അതിനകത്തേക്ക് ഒരു പ്രഷർ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ വശത്തേക്കും ആ പ്രഷർ ഈക്വലി സ്പ്രെഡ് ആവുമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എക്സ്കവേറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർ ഷോറൂമുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേന് ചെറിയ ലിവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേന് വണ്ടി ഹൈഡ്രോലിക് ആയിട്ടുള്ള ഒരു ജാക്കിയുടെ മുകളിൽ വണ്ടി പൊങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു പിസ്റ്റണിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഹൈഡ്രോലിക് ഫ്ലൂയിഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വലിയൊരു സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ് ഒരു വാഹനം അങ്ങനെ നമ്മൾ പൊക്കിയെടുക്കുന്നത്. അതിനാണ് ഹൈഡ്രോലിക് ഈ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വണ്ടി ശരിക്കും വർക്ക് ചെയ്യുന്നത് 3 മോട്ടറും 3 പമ്പിലുമാണ് ഈ വണ്ടി വർക്ക് ചെയ്യുന്നത്. 3 മോട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 മോട്ടർ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ വാഹനം മൊത്തത്തിൽ ഒന്ന് സ്വിങ് ചെയ്യാൻ വേണ്ടി. സ്വിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിനിൻ്റെ മുകളിലിരുന്ന് വണ്ടി 360 ഡിഗ്രി നമുക്ക് സ്വിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ വണ്ടി മുമ്പോട്ട് പോകാനും ബാക്കിലോട്ട് പോകാനാണ് 2 മോട്ടർ ഉപയോഗിക്കുന്നത്. അടുത്തൊരു മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിൻ്റെ കൺട്രോളുകളൊക്കെ തീരുമാനിക്കുന്നതെല്ലാം ആ ഒരു മോട്ടറാണ്. ആ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഈ വാഹനത്തിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പിസ്റ്റണെല്ലാം വർക്ക് ചെയ്യുന്നതെല്ലാം ഹൈഡ്രോലിക്കലിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഞ്ചിനിൽ നിന്ന് ഈ മോട്ടറും സംഭവങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ച് ആ മോട്ടറിനകത്തുനിന്ന് ഹൈ പ്രഷറിൽ ഹൈഡ്രോലിക് ഓയിൽ ഈ ഒരു വാൽവുകളിലേക്ക് അയക്കുന്ന ഒരു പരിപാടിയിലാണ് ഈ ഒരു ബൂമും സ്റ്റിക്കും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോലിക് ഓയിലാണ്. മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള ഓയിലോ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോലിക് ആയിട്ടുള്ള ഓയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഈ പമ്പുകളുടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പമ്പിനകത്ത് ലാസ്റ്റത്തെ പറഞ്ഞ പമ്പ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത് ഏകദേശം 250 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ടാങ്കാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അപ്പം ഇത് നമുക്ക് ഇനി പ്രവർത്തിക്കുന്ന രീതികളും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ക്യാബിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇതാണ് എഞ്ചിൻ യൂണിറ്റ്. നമുക്ക് നോക്കി എയർ ഫിൽറ്ററിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വെയിറ്റ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ബക്കറ്റ് കൊണ്ട് നമ്മൾ വെയിറ്റുള്ള സംഭവങ്ങൾ നമ്മൾ കോരി എടുക്കുമ്പോൾ ഈ വണ്ടി മറിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൗണ്ടർ വെയിറ്റ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിനും അതിൻ്റെ പൈലറ്റ് പിസ്റ്റൺ പമ്പ്സും എല്ലാം അതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ പിന്നിനകത്ത് വഴിയാണ് ഇതിലേക്കെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഈ വണ്ടി 360 ഡിഗ്രി കറങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. 360 ഡിഗ്രി കറങ്ങി ഈ വണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ക്യാബിനിലേക്ക് നമുക്ക് പോകാം. ഈ വാഹനത്തിൻ്റെ ക്യാബിനാണ്. അപ്പോൾ ഈ ക്യാബിൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് കൺട്രോളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇതിന് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു വലിയൊരു ഗ്ലാസ്, നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഗ്ലാസ്. ഇത് ഡ്രൈവർ സീറ്റാണ്. ഡ്രൈവർ സീറ്റ് ഇരുന്ന് കഴിയുമ്പോൾ വിസിബിലിറ്റി ഉള്ളൊരു ഗ്ലാസും കാര്യങ്ങളും നമുക്ക് കാണാം. അത് ഗ്ലാസ് പൊട്ടാതിരിക്കാനുള്ള ഒരു മെഷും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മെഷ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റിനകത്ത് കോരി വരുമ്പോൾ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ തട്ടി അത് പൊട്ടാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതങ്ങനെ കൊടുത്തിരിക്കുകയാണ്. വാഹനത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വണ്ടിയുടെ ഒരു ഫ്യൂവൽ ഗേജും കാര്യങ്ങളും ഇവിടെ കാണാം. ഒരു തൊട്ടിപ്പുറത്ത് തന്നെ വണ്ടിയുടെ ടെമ്പറേച്ചറാണ്. താഴെ വർക്കിംഗ് അവേഴ്സാണ്. നമ്മൾ സാധാരണ വണ്ടിയൊക്കെ നമ്മൾ സ്പീഡോമീറ്റർ പോലെ ഇത്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ വാഹനമൊക്കെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എക്കോ മോഡ് ആണെങ്കിൽ എക്കോ മോഡ്, അതേപോലെ ബാറ്ററിയുടെ സിമ്പിൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ ഈ വാഹനത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ 2 ലിവേഴ്സാണുള്ളത്. ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ലിവറാണ് കാണുന്നത്. ഈ ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബൂമും ബക്കറ്റും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കൺട്രോളാണ്. ഇത് അങ്ങോട്ട് പിടിക്കുന്നതനുസരിച്ച് വണ്ടി ഓണായി കഴിഞ്ഞ് പിടിക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ബൂമും ബക്കറ്റും വർക്ക് ചെയ്യുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു സംഭവമുണ്ട്. ഈ കാണുന്നുള്ള ലെഫ്റ്റ് സൈഡിലെ കൺട്രോളാണ്. ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾ എന്ന് പറയുമ്പം ഈ ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് വണ്ടി ഒരു 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആമിൻ്റെ മൂവ്മെൻറ്റ്സും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ലിവറിലാണ്. ഇതേപോലെ നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് ഈ വണ്ടിക്ക് നേരെ സ്റ്റിയറിംഗ് ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ലിവറാണുള്ളത്. ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകും. ബാക്കിലോട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഈ വണ്ടി ബാക്കിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ 2 എണ്ണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഒരുപോലെ പ്രസ് ചെയ്താൽ മാത്രം നേരെ മുമ്പോട്ട് പോകുള്ളൂ. ഒരെണ്ണം ഇപ്പോൾ ഇത് കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഒരു സൈഡിലേക്ക്, അതായത് ഒരു വശത്തെ സൈഡിലേക്ക് മാത്രം, അതായത് റൈറ്റ് സൈഡിലേക്കായിരിക്കും വണ്ടി തിരിയുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും വണ്ടി തിരിയുക എന്ന് പറയുന്നത്. ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലോട്ട് പോകും. ഇത് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും. ഇങ്ങനെയാണ് ലിവറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഈ വാഹനം AC ആണ്. കണ്ടോ, ACയുടെ ബ്ലോവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാം. അതിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളും ഇവിടെ അറിയാം. അതേപോലെ തന്നെ ഒരു FM റേഡിയോ സിസ്റ്റവും റേഡിയോ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ കുറച്ച് കൺട്രോൾസ് ഉണ്ട്. ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാർ അല്ലെങ്കിൽ അങ്ങനെ ലോറി അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിന് നമുക്ക് എപ്പോഴും ചവിട്ടി പിടിച്ച് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു നോബാണ് ഇവിടെ
പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ നോബ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് ഇതിൻ്റെ ആക്സിലറേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. തൊട്ട് ഇപ്പുറത്ത് വണ്ടിക്ക് ഒരു പവർ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആക്സിലറേഷൻ നിൽക്കുമ്പോൾ ഒരു ഹൈ പവറിൽ RPM ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതേപോലെ തന്നെ വണ്ടിയുടെ മോഡ് തീരുമാനിക്കുന്ന എക്കോ പവർ എന്ന് പറഞ്ഞ 2 സ്വിച്ചുകളുണ്ട്. ഇതുപോലെ വണ്ടി മുമ്പോട്ട് പോകുമ്പോഴത്തേന് കണ്ട ഒരു ആമയുടെ പടവും ഒരു മുയലിൻ്റെ പടം കൊടുത്തിരിക്കുന്നത്. അതായത് വണ്ടി മുമ്പോട്ട് നല്ല ഫാസ്റ്റായിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോബ് നമ്മൾ തിരിച്ച് ഈ ഒരു മുയലിൻ്റെ പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടെ പറന്ന് പോകുമെന്നാണ് പറയുന്നത്. തൊട്ടിപ്പുറത്ത് ആമയുടെ ഒരു പടമുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി പതുക്കെ പോകുള്ളൂ. അതായത് മണിക്കൂറിൽ ഏകദേശം 5 കിലോമീറ്ററാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളപ്പം ഈ മുയലിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒരു 5 കിലോമീറ്റർ നമുക്ക് മണിക്കൂറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആമയുടെ സെറ്റിങ്സ് ഇട്ടാൽ 3.5 കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. തൊട്ട് താഴത്തേട്ടായിട്ട് അതിൻ്റെ കീ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളാണ്. അതിൻ്റെ ഈ ബക്കറ്റ് പിടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഇവിടെ വൈപ്പറിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അതിന് നോബ് പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുന്നതും വളരെ മനോഹരമായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് തരുന്നത്. പിന്നെ ഈ കാണുന്ന ലിവർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മാസ്റ്റർ കൺട്രോളാണ്. ഈ സാധനം നമ്മൾ വലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓഫാക്കി കട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി അനങ്ങത്തില്ല, ഒരു പ്രവർത്തനങ്ങളും വണ്ടിയുടെ നടക്കത്തില്ല. മെയിനായിട്ട് ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം മുഴുവൻ ജാം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ സീറ്റുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഡ്രൈവറിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഇതൊക്കെയാണ് ഈ ഒരു ZAXIS 140 എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി സ്വിങ് ചെയ്യുന്നത് കാണിക്കാം. 360 ഡിഗ്രി വണ്ടി എങ്ങനെ സ്വിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം വണ്ടിയുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കാണിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കീ സ്വിച്ച് ഓണാക്കാം. ആക്സിലേറ്റർ നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ പവർ കൊടുക്കാം. ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് വേരിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. കണ്ടോ, വണ്ടി കൂടുതൽ റേസ് ആയത് കണ്ടോ. നമുക്ക് തൽക്കാലം സ്വിങ് ചെയ്യാൻ ലോ പവർ മതി. ഞാൻ ലോ പവറിലേക്ക് വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതുക്കെ ഗ്രാജുവലി കണ്ടോ ഇതിൻ്റെ ഒരു RPM കുറഞ്ഞ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിങ് വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് സ്വിങ് ചെയ്ത് നോക്കാം. സ്വിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ലിവറാണ്. ഈ ലിവർ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. കണ്ടോ വണ്ടി സ്വിങ് ആവുന്ന കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി സ്വിങ് ചെയ്ത്. ഇനി നമുക്ക് തിരിച്ച് നമുക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള സ്വിങ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്വിങ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ലിവർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിങ് മാറുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതും ബാക്കിലോട്ട് പോകുന്നുള്ള. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മളിത് സാധാരണ നമുക്ക് കൈയും കാലിലും രണ്ടിലും നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പ്രത്യേകത കണ്ടോ, ഇത് 2 ലിവറുകളാണ്. ഓക്കെ, 2 ലിവറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ലിവർ ഒരുമിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി മുമ്പോട്ട് പോകുള്ളൂ. ഇത് കണ്ടോ വണ്ടി മുമ്പോട്ട് പോകുന്നത് കണ്ടോ. അപ്പം ഞാൻ നേരെ ഒന്ന് തിരിച്ചു പിടിക്കാം. ഇനി നമുക്കൊന്ന് മുമ്പോട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പം ഈ ലിവർ നമുക്ക് മുമ്പോട്ട് പ്രസ് ചെയ്താകണ്ട. തിരിച്ചു പോരാനായിട്ട് തിരിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്വിങ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആക്സിസ് കണ്ടോ, ഇത് കണ്ടോ ബക്കറ്റ് ഓപ്പൺ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇത് ഫ്രണ്ടിലോട്ട് വെച്ചാൽ ബക്കറ്റ് ഓപ്പൺ ആവും, താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് ക്ലോസ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇത് സിങ്ങിന് ഉപയോഗിക്കും, ഇത് ലെഫ്റ്റ് സിങ് റൈറ്റ് സിങ്ങിന് നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഈ ലിവർ ഉപയോഗിക്കാം. ഈ ലിവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കണ്ടോ, ബക്കറ്റ് ക്ലോസ് ആവും, അതേപോലെ ബക്കറ്റ് ഓപ്പൺ ആവുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് ബൂം നമുക്ക് താക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് താക്കാം. ഇത് കണ്ട്
അപ്പോൾ ഇങ്ങനെയാണ് ഈ വാഹനം ഓടിക്കുന്നത്. ഞാൻ ഇത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇതൊന്നും അറിവിലേക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ആരും ഇങ്ങനത്തെ വാഹനമൊന്നും പോയി എടുത്ത് ഓടിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെവി ആയിട്ടുള്ള മെഷീനറിയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ആമിൻ്റെ പ്രവർത്തനം, ഭൂമിൻ്റെ പ്രവർത്തനമൊന്നും ഇതൊക്കെ 2 ആഴ്ചയോളം ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. ഇത് ഓടിക്കുന്നതിന് ഹെവി ഓപ്പറേറ്റർ ലൈസൻസ് വേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തിനകത്താണ്. അപ്പോൾ ആർക്കും ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയാണ്. അപ്പോൾ ഈ വാഹനം വർക്ക് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഒരു ലിവർ, ഈ മൂന്ന് ലിവറുകളിലാണ് ഇതിൻ്റെ ഒരു മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബൂം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനും ഈ ബക്കറ്റും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഈ ഒരു ലിവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അതായത് തുമ്പിക്കൈയുടെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഈ ഒരു തുമ്പിക്കൈയുടെ ഭാഗം, ഈ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ലിവർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വണ്ടി 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ഈ വാഹനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ലിവറുകളാണിത്. രണ്ടും ഒരുപോലെ നമ്മൾ അമർത്തി നമ്മൾ ഫ്രണ്ടിലോട്ട് ഈ വാഹനം ഈ ലിവർ ഫ്രണ്ടിലോട്ട് നമ്മൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം മുമ്പോട്ട് പോകും. ഒരുമിച്ച് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വണ്ടി ബാക്കിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇത് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു ലിവറാണ് നമ്മൾ കൂടുതൽ നമ്മൾ ചവിട്ടുന്നുണ്ടെങ്കിൽ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കും, ഈ ഒരു ലിവർ കൂടുതൽ അമർത്തി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി റൈറ്റ് സൈഡിലേക്കും പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി ഇതാണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നല്ല ട്രെയിനിങ്ങും നല്ല കൈവഴക്കവും തഴക്കവും ആവശ്യമുണ്ട്. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന നമ്മുടെ തോമസ് ആണ് ഈ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ തോമസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തോമസിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് തോമസ്, ഈ വാഹനത്തിൻ്റെ സാരഥിയാണ്. അപ്പോൾ തോമസേ, എത്ര നാളായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്? ഞാനൊരു 10 വർഷത്തോളമായിട്ട് വണ്ടി ഓടിക്കുകയാണ് അല്ലേ? ഓക്കെ. ഈ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട്, അതായത് പഠിത്തം കഴിഞ്ഞിട്ടുള്ള തൊഴിലെല്ലാം ഇത് തന്നെയാണ് ചെയ്തത്? ഈ ഒരു തൊഴിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അല്ലേ? എങ്ങനെയുണ്ട് ഈ വണ്ടി ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഇഷ്ടമാണോ വണ്ടി ഓടിക്കാനായിട്ട്? വണ്ടി ഓടിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഭയങ്കര താല്പര്യമാണ് അല്ലേ? വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിക്ക് സാധാരണ നമ്മുടെ കാർ അല്ലെങ്കിൽ ബൈക്കുള്ള വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഓടുമ്പോഴാണ് അതിൻ്റെ മൈലേജ് പറയുന്നത് അല്ലേ? ഈ ഒരു 250 ലിറ്റർ ആണ് ഇതിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരു ദിവസം മുഴുവൻ ഓടാനായിട്ട് എത്ര ഡീസൽ വേണ്ടി വരും? ഒരു ദിവസം ഒരു മണിക്കൂറിന് ഏകദേശം 8 തൊട്ട് 12 ലിറ്റർ വരെയാണ്. ഒരു മണിക്കൂറിന് 8 തൊട്ട് 12 ലിറ്ററിന് ഓടിക്കുന്ന പോലെ ഇരിക്കും ഓരോ സ്ഥലത്തിനനുസരിച്ച്. സാധാരണ കാലി ഓടിക്കുകയാണെങ്കിൽ 8 ലിറ്റർ പോകും. 8 ലിറ്റർ അങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? അതുപോലെ ഇത് റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ 5 കിലോമീറ്റർ ഒക്കെ അല്ലേ മാക്സിമം നമുക്ക് ഒരു മണിക്കൂറിൽ കിട്ടുള്ളൂ? 5 അല്ലേ? അത് 2 മോഡലുണ്ട്. ഇപ്പോൾ ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ 5 കിലോമീറ്റർ കിട്ടും. ഈ വണ്ടിയുടെ ഹൈ സ്പീഡ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ് അല്ലേ? ഹെവി വണ്ടി ആയതുകൊണ്ട് 3.5 കിലോമീറ്റർ ആണ് നമുക്ക് അല്ലാതെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിന് എത്ര വിലയുണ്ട്? നമുക്ക് ഈ ഒരു ഏകദേശം എത്ര വില? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ടണ്ണാണ് വണ്ടി വരുന്നത്. 14, അതായത് 140H എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം എത്ര ലക്ഷം രൂപ വില വരും? 45 ലക്ഷം രൂപ വരും അല്ലേ? അപ്പോൾ ഇന്ന് ഈ വാഹനത്തിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന തോമസാണ്. തോമസിന് ഒരുപാട് താങ്ക്സ്. അതിലുപരിയായിട്ട് ഈ വാഹനം എന്ന് പറയുന്ന AM ടിമ്പേഴ്സിൻ്റെ ആണ്. AM ടിമ്പേഴ്സ് എന്ന് പറയുമ്പം പാലായിക്കടുത്ത് പൈക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ച അവരുടെ SC ലോറിയുടെ വീഡിയോസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പം ഈ AM ടിമ്പേഴ്സിൻ്റെ തന്നെയാണ് ഈ ഒരു ടാറ്റ ഹിറ്റാച്ചി എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് ഇത് കൂടാതെ വേറെ ഹിറ്റാച്ചി ഉണ്ട്, ചെറിയ EX70 ഉണ്ട് അല്ലേ? രണ്ട് ഹിറ്റാച്ചിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ വാഹനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓണറിൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്. അദ്ദേഹത്തിന് ഒരുപാട് താങ്ക്സ്. കാരണം നമുക്ക് ഇതുപോലുള്ള ഹെവി മെഷീനറി പോലുള്ള ഈ വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പൊതുവെ ആരും കൊടുക്കാറില്ല. നമ്മൾ ചോദിച്ച് വളരെ സന്തോഷത്തോടെ തന്നത്. ഇപ്പം ഇവർക്ക് ധാരാളം SC ലോറികളും ഉണ്ട്, അതേപോലെ ഈ വാഹനങ്ങളുണ്ട്. അതേപോലെ ഇവർ ഈ റബ്ബറിൻ്റെയൊക്കെ കോൺട്രാക്ട് എടുത്ത്, അതായത് ഈ റബ്ബർ തടിയൊക്കെ വെട്ടി അയക്കുന്ന ആൾക്കാരാണ് ഇവർ കൂടുതലായിട്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനും കൂടെയാണ്. അപ്പോൾ സ്റ്റാൻലി ചേട്ടന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു എക്സ്കവേറ്റർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് തോമസ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. വെറും എന്താ പറയുന്നത്, രണ്ട് ജോയിസ്റ്റിക്കും ഫ്രണ്ടിൽ 2 ലിവറും ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ആൻഡ് ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ്മൈഷോ.